ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 2 ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ 2 ടിപ്പുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2 ടിപ്പുകളും സാധാരണ വീടുകളിൽ എലി, പെരിച്ചാഴി, മൂഷിയൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീടുകളിലും കൃഷിയിടത്തൊക്കെ കാണുന്നുണ്ടാവും അല്ലേ. ഇത് കംപ്ലീറ്റ് ആയിട്ട് വീടും നാടും വിട്ട് തല തെറിച്ച് കൂടുന്ന ഒരു അടിപൊളി ടിപ്സുകളാണ് കേട്ടോ. 2 ടിപ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്ന ആട്ടപ്പൊടിയാണ്. റേഷൻ കടയിൽ ഏതെങ്കിലും ഒരു ആട്ടപ്പൊടി എടുത്താൽ മതി. ഇന്ന ആട്ടപ്പൊടിയോ ഗോതമ്പൊടിയോ അത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ്. നമ്മൾ ഈ ടിപ്പ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് നമ്മുടെ കൂടുതലായിട്ട് എലി കാണുന്നത്, അത് പറമ്പിലായാലോ ചെടികളുടെ ചൂട്ടിലായാലും എവിടെയായാലും വെച്ച് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ആട്ടപ്പൊടി എടുക്കുക, ഗോതമ്പൊടി എടുക്കുക എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എലി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ, കുറച്ച് എടുത്തിട്ടുള്ളൂ. 2 ബോൾസ് ഉണ്ടാക്കി എടുക്കാവുന്ന പരുവത്തിനെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇച്ചിരി എരിവുള്ള മുളക് പൊടി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒത്തിരി പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. കുഴച്ചെടുക്കുമ്പോൾ ഇത് നമ്മുടെ ഒരു ചപ്പാത്തി മാവിനേക്കാളും ഇത്തിരി ലൂസി ആയാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കൊന്ന് ബോൾസൊക്കെ ആക്കി പിടിക്കാവുന്ന ഒരു പരുവത്തിലോട്ട് നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പം എപ്പോഴും ചെയ്യേണ്ടത് മുളക് പൊടിയായിട്ടുള്ളത് തന്നെ എടുക്കുക. കുറച്ച് തരിയുള്ളതോ അല്ലെങ്കിൽ ക്രഷ്ഡ് ചില്ലിയോ അങ്ങനെയൊന്നും എടുക്കാതിരിക്കുക കേട്ടോ. ഇങ്ങനെ തന്നെ എടുക്കുവാണെങ്കിൽ ഇത് എലി കഴിക്കുകയോ എലി വീടും നാടൊക്കെ വിട്ട് ഓടുന്നൊരു സിറ്റുവേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇതേപോലെ കുഴച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈ കൊണ്ട് സാധാരണ അങ്ങ് കുഴയ്ക്കുന്ന പോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതി കേട്ടോ. എരിവൊക്കെ കൈക്ക് പറ്റാത്തവരാണ് ഗ്ലൗസോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതേപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഒരു 2 ചെറിയ ബോൾസിൻ്റെ ആ ഒരു വലുപ്പമാണ് കേട്ടോ ഇട്ട്. അപ്പോൾ ഇതിനെ ഒന്നായിട്ട് നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് ചേർക്കേണ്ട മെയിൻ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വരുന്ന എലിയായാലും അല്ല കൃഷിയിടത്തിൽ വരുന്ന എലിയായാലും ഒക്കെ ഇത് തെറിച്ച് ഓടാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി സാധനമാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഇത് ചുണ്ണാമ്പെന്ന് പറയും. ചുണ്ണാമ്പ് നമ്മൾ വെറ്റിൽ മുറുക്കാനൊക്കെ എടുക്കില്ലേ, മുറുക്കുന്നതിനകത്ത് നമ്മൾ വെറ്റിലൊക്കെ തേച്ചിട്ട് മുറുക്കുന്നതാണ്. പ്രായമുള്ളവരൊക്കെയുള്ള വീടുകളിൽ ചിലപ്പോൾ കാണുമായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കടയിൽ പോയി ചെന്ന് ചോദിച്ചാൽ ചുണ്ണാമ്പ് പാക്കറ്റുകൾ ഇതുപോലെ പാക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. വളരെ വിലക്കുറവുള്ളൊരു സാധനമാണ്. ഇത് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു സാധനമാണ് ചുണ്ണാമ്പെന്ന് പറയുന്നത്. അപ്പോൾ അത് ചുണ്ണാമ്പ് ചിലർക്ക് എടുക്കുമ്പോഴേ പൊള്ളും കേട്ടോ. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ടൊക്കെ ഇത് ഓപ്പൺ ചെയ്തിപ്പോൾ എടുത്തത് കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്ത് വെക്കണം. അപ്പോൾ കൈ കൊണ്ട് തന്നെ എടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പ് കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ ഒക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം മതി കേട്ടോ, കുറച്ച് ക്വാണ്ടിറ്റി മതി. ഇപ്പോൾ ഇതുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങളിത് നന്നായിട്ട് അടച്ച് വെക്കണം. ഇത് ഭയങ്കരമായിട്ട് കട്ടയായി പോവും. ഇങ്ങാനും കട്ടയായി പോയാൽ ഒരു ചെറുതായിട്ട് വെള്ളമൊന്ന് തളിച്ച് നമുക്കതിനെ മെൽറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നന്നായിട്ട് അടച്ചൊക്കെ വെക്കുവാണെങ്കിൽ അത് നന്നായിട്ട് ഇരുന്നോളും. അപ്പോൾ ഞാനൊരു ഉണ്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ബോൾസ് ആക്കിയതിനെ കയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം. നമ്മളിങ്ങനെ പരത്തിയിട്ട് നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു ഫില്ലിങ് പോലെയാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് എലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ് കേട്ടോ. കപ്പയൊക്കെ കൃഷി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ്. ഈ കപ്പയുടെ സൈഡിലൊക്കെ ശരിക്കും മാന്തും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇത് എലി വന്ന് കഴിക്കുന്നതായിരിക്കും. ഇതേപോലെ വീണ്ടും നമ്മൾ ബോൾസാക്കി അങ്ങ് വെച്ച് കൊടുത്താൽ മതി. എവിടെയാണ് കൂടുതലായിട്ട് എലിശല്യം വരുന്നത് ആ ഭാഗങ്ങളിലോ പറമ്പിലോ എവിടെയാണെന്ന് വെച്ചാൽ വെച്ച് കൊടുത്താൽ മതിയേ. എലിയുടെ ശല്യം നിങ്ങൾക്ക് പിന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അടുത്ത ബോൾ നമുക്ക് ഇതേപോലെ തന്നെ എടുത്തതിന് ശേഷം കയ്യിലൊന്ന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഇത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ പരത്തിയിട്ട് ചെയ്യുക. പിന്നെ ഇനി ആരുടെയെങ്കിലും വീടുകളിൽ ഗോതമ്പൊടി ഇല്ലെങ്കിലും നിങ്ങൾ മൈദ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അരിപ്പൊടിയിലാകുമ്പോൾ പെട്ടെന്ന് ഇത് വെള്ളം വലിച്ചെടുത്ത് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഇത് കഴിക്കാനുള്ള സാധ്യത കുറച്ച് കുറയും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ചേർക്കുന്ന ഐറ്റത്തിൻ്റെ എന്തോ വെച്ചിട്ട് ഡ്രൈ ആയി പോകുന്നതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിലാകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഒരു സോഫ്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നോളും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മളിത് 2 ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ 2 ബോൾസും നമ്മൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് വന്ന് എലി കഴിക്കുക, എലിയുടെ ശല്യം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറിക്കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഈ കവർ എന്ത് ചെയ്യണം, ഇതേപോലെ അങ്ങ് അടച്ചിട്ട് മാറ്റി നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഇതേപോലെ നന്നായിട്ട് വെച്ചിട്ട് ഒരു റബ്ബറൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത ടിപ്പിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഇതേ ഒരു പാത്രത്തിൽ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയേ. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ആട്ടപ്പൊടിയോ ഗോതമ്പൊടിയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആട്ടപ്പൊടി ഒരല്പം ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ബിസ്ക്കറ്റിന് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ കൊക്കക്കോള നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കുറച്ചുകൂടെ മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സ്വീറ്റായിട്ട് അതിപ്പോൾ നമ്മൾ എന്ത് സാധനത്തിൽ ഇപ്പം എലിക്കൊക്കെ കൊടുക്കുന്ന ഫുഡിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് മധുരമുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ ഇപ്പോൾ കൊക്കക്കോള ഉള്ളതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. കൊക്കക്കോള വേണമെന്ന് ഒരു നിർബന്ധമില്ല, പച്ചവെള്ളത്തിലായാലും മതി. ജസ്റ്റ് കുഴച്ചിട്ട്, കാരണം ആ ബിസ്ക്കറ്റിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് മതി. സാധാരണ പച്ചവെള്ളത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇച്ചിരി ശർക്കരപ്പാനി ഉണ്ടെങ്കിൽ അതിനകത്തോട്ടാണെങ്കിലും ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിനെ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ച് അതിനൊന്ന് സെറ്റാക്കി എടുക്കണം. ഒരൊറ്റ ബോളായിട്ടാണ് കേട്ടോ എടുക്കുന്നത്, കൂടുതലായിട്ട് ക്വാണ്ടിറ്റി എടുക്കുന്നില്ല. ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ഞാനിത് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മളിപ്പോൾ ഇനി എലിക്ക് കൊടുക്കാൻ പോകുന്ന രണ്ടാമത്തെ ടിപ്പ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഒരു ബോളിൻ്റെ പരുവത്തിലേക്ക് എടുക്കുക. ഈ ഒരൊറ്റ എന്തായിട്ട് വെച്ചാൽ മതി കേട്ടോ. കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ടൊന്നും നിങ്ങൾ വെക്കണ്ട. എടുക്കുമ്പോൾ എപ്പോഴും ഒരു ബിസ്ക്കറ്റും ഒരല്പം ഒരു 1.5 സ്പൂണോളം ഗോതമ്പൊടിയും മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്ത ചുണ്ണാമ്പ് തന്നെയാണേ. അപ്പോൾ ചുണ്ണാമ്പ് നമുക്ക് കുറച്ചെടുക്കാം. ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ചുണ്ണാമ്പൊക്കെ എടുക്കുമ്പോൾ കൈക്ക് പൊള്ളൊരു ചൂട് എന്തെങ്കിലും പൊള്ളൽ പോലെയൊക്കെ ഫീൽ ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെ സ്കിൻ ഓരോ ടൈപ്പല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് എടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വടി കൊണ്ടായാലും ഒരു കമ്പ് കൊണ്ടായാലും എടുത്താൽ മതിയേ. ഇതുപോലെ നമുക്ക് എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ആവശ്യത്തിനുള്ളത് എടുക്കുക. എടുത്തതിന് ശേഷം വെച്ച് കുറച്ച് ക്വാണ്ടിറ്റി മതി കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് ഉണ്ട പിടിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളകിനെ എടുത്തിട്ട് ഇത്തിരി മുറിച്ചെടുക്കണം കേട്ടോ. 1-2 കഷ്ണമായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ഈ 2 കഷ്ണം മതി, കൂടുതലൊന്നും വേണ്ട. ഈ 2 കഷ്ണം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക. ഇതിനെ വെച്ച് നന്നായിട്ടൊന്ന് ഉണ്ട പിടിച്ചെടുക്കുക. ഈ ഒരു ഉണ്ട മതി കേട്ടോ. നല്ല സൂപ്പറായിട്ട് എലികൾ വീട്ടിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും തുരത്തും. സൂപ്പർ ടിപ്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ 2 ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്സുകളായി വീണ്ടും കാണാം. ബൈ ബൈ.